സൺഡേ എന്തായിരുന്നു പരിപാടി? ഓ, നീ ഒരു വല്ലാത്ത പഠിപ്പിസ്റ്റ്. ഞാൻ ഫുൾ ടൈം ഫോണിലായിരുന്നു. അതെ, ഞാൻ എല്ലാവർക്കും മിസ് അടിക്കും, എല്ലാവരും തിരിച്ചു വിളിക്കും. ഞങ്ങൾ കുറെ പേര് സംസാരിച്ചോണ്ടിരിക്കും. അറിയാതെയോ? ഞാൻ പഠിക്കുകയല്ലേ. റൂമിൽ കയറി ഡോറടച്ചാൽ മമ്മി വിചാരിക്കും ഞാൻ പഠിക്കുകയാണെന്ന്. മമ്മി സീരിയൽ അല്ലേ, കണ്ണീർ സീരിയൽ. ഇതൊന്നും കാണാൻ നമുക്ക് വിധിയില്ലല്ലോ. കൊള്ളാം, നിന്നെ സമ്മതിക്കണം. നമ്മുടെ പാരന്റ്സിനോട് നമുക്കൊരു കടപ്പാടുണ്ട്, അത് നീ മറക്കരുത്. പിന്നെ കടപ്പാട്, എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്ന മമ്മി, സാറ്റർഡേ സൺഡേ കൂടി ക്ലാസ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതാണ് മമ്മി. പിന്നെ ഈ വെക്കേഷൻ വന്ന് സ്വിമ്മിങ്ങിന് കൊണ്ട് ചേർത്തു. നോക്കി എന്റെ കയ്യിലും പൊള്ളിപ്പോയി. പിന്നെയാണ് കടപ്പാട്. നീ പിന്നെ ഡയലോഗ് അടിക്കണ്ട. നമ്മൾ കുട്ടികളുടെ കടമ ഉത്തരവാദിത്വം പഠിക്കുക എന്നതാണ്. അത് നന്നായി ചെയ്യുക. ബാക്കിയെല്ലാം നമ്മെ നന്മയിൽ നിന്ന് തിന്മയിലേക്കാണ് നയിക്കുന്നത്. നീ മമ്മിയെ പോലെ സംസാരിക്കുന്നു. നിന്നോടൊന്നും പറയാതിരിക്കാനും വയ്യ. നീ പറയുന്നത് അങ്ങനെയല്ലേ? ഇന്ന് എന്റെ ഫ്രണ്ട് സദ്ദാമിന്റെ ബർത്ത്ഡേ ആണ്. അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. നീ പറ, എന്താ കൊടുക്ക? സദ്ദാമോ? അവൻ മരിച്ചില്ലേ? ഇതാ സദ്ദാമല്ല, ഇത് ഇപ്പോഴത്തെ എന്റെ ഫ്രണ്ട് സദ്ദാം. അവനെ കുറിച്ച് ബുക്സാ? അവൻ നിന്നെ പോലെ പഠിപ്പിച്ചൊന്നുമല്ല. പിന്നെ അവന് ഓ, നിന്നോട് ചോദിച്ച ഞാൻ മണ്ടി. നീ ഏത് ലോകത്തിലാ ജീവിക്കുന്നത്? നീ 10-20 കൊല്ലം മുമ്പ് ജനിക്കേണ്ടവളാ. പിന്നെ അവന് ഐസ്ക്രീം, ഫലൂഡ, പെർഫെക്റ്റ്, ബുദ്ധൂസ് പൈൻ്റെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേണ്ടില്ലായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ അറിയൂ. ഞാൻ എന്റെ ഫ്രണ്ട്സിന് വിഷ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞാണ്. ഞാൻ അല്ലാതെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാറില്ല. എന്തെങ്കിലും കൊടുത്താലേ സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നീ എങ്ങനെ സ്നേഹത്തെ കാണുന്നത്? സ്നേഹം നൽകുക, സ്നേഹം കിട്ടും. പരസ്പരം നൽകുമ്പോൾ അത് പങ്കുവെക്കലാകും. അല്ലാതെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുത്താലേ സ്നേഹം ജനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പറ നിന്റെ ഫിലോസഫി. പഠിച്ചാൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആയാൽ ഗിഫ്റ്റ് നൽകാമെന്ന് ഡാഡി പറഞ്ഞാൽ അതൊരു ഉടമ്പടിയാണ്, കരാറാണ്. അല്ലാതെ പഠിക്കുക എന്നത് നമ്മുടെ കടമയാണ്. അല്ലാതെ ഒരു ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ആവരുത് നമ്മുടെ പഠിത്തം. നീ ഇവിടെയെങ്കിലും ജനിക്കേണ്ടവളല്ല മോളെ. നീ വല്ല അമേരിക്കയിലും ജനിക്കേണ്ടവളാ. അവർക്ക് ചവിട്ടി കൊന്നേനെ. ഇതാ ഞാൻ നിന്നോടൊന്നും പറയാത്തത്. ആർക്കും ഇഷ്ടാവില്ല. ബെസ്റ്റ് ഐഡിയ. പറ, നിന്റെ ഐഡിയ എന്താണ്? നീ ഒന്ന് ഗസ് ചെയ്യ്. എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ പോലെ പിന്നെ അതൊന്നും തോന്നില്ല. ആഗ്രഹിക്കുന്നതും അതോടൊപ്പം അവർക്ക് ഉപകാരപ്പെടുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് ഉപകാരപ്പെടുന്നതും നീ ഒന്ന് ആലോചിക്കേ. എനിക്കറിയില്ല, നീ തന്നെ പറ. എന്താ ഐഡിയ? ഐഡിയ നീ ഐഡിയ പറയാതെ എന്താന്ന് വെച്ചാൽ പറ. ഐഡിയ ഐഡിയ ഐഡിയ. പിന്നെ നീ ഐഡിയ ഐഡിയ പഞ്ചിനെ കളിയാക്കണം. ഞാൻ അവന് ഐഡിയ ആയിട്ട് റീചാർജ് വൗച്ചർ ഗിഫ്റ്റായി വാങ്ങിക്കൊടുക്കും. അതെന്തിനാ? എടാ മണ്ട, റീചാർജ് വൗച്ചർ ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്താൽ എനിക്ക് അവന് കുറെ നേരം സംസാരിക്കാമല്ലോ. എപ്പോ സംസാരിക്കാൻ? രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് നേരം വെളുപ്പോളം സംസാരിക്കാമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, ഗുഡ് ഐഡിയ. നിന്നെ സമ്മതിക്കണം. തല വെയിലത്ത് കാണിക്കില്ല. നമ്മുടെ ബസ് വന്നു.